Dear students, welcome to social science class. Okay, our previous class we discussed our first chapter, A Road to History. In that chapter, we completed the topic, the period of history. The period of history that was divided into two. The first one AD and the second one BC. And in our calendar, we also discussed some of the different eras that was mentioned in calendar. The Christian era, Malayalam era, Saga era and Hijra era. After that, we completed or we discussed the topic century. We know that the century, it denotes the 100 years. One century, that is equal to 100 years. Okay, that was our previous chapter, A Road to History. In that chapter, the topic history, A Road to History, the history. Okay, we are discussing the history of human. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. അടുത്ത ചാപ്റ്ററിൻ്റെ പേര് ഫ്രം സ്റ്റോൺ ടു മെറ്റൽ. സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കല്ല് അല്ലേ. ആൻഡ് ടു മെറ്റൽ, മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ മെറ്റൽ എന്ന് പറയുന്നത്? മെറ്റൽ മീൻസ് ലോഹം, ലോഹങ്ങളാണ്. അതായത് ഇരുമ്പ്, തുരുമ്പ്, മറ്റുള്ള അലൂമിനിയം, ബ്രോൺസ് ഒക്കെ എന്താണ്, മെറ്റലാണ്. അപ്പോൾ സ്റ്റോണിൽ നിന്ന് മെറ്റലിലോട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് ആ ചാപ്റ്ററിൻ്റെ ഹെഡിങ്, ഫ്രം സ്റ്റോൺ ടു മെറ്റൽ. ഇവിടെ നമ്മൾ ആദ്യ ചാപ്റ്റർ ആയിട്ടുള്ള എ റോഡ് ടു ഹിസ്റ്ററി, അല്ലെ, ഹിസ്റ്ററിയിലോട്ട് അല്ലെങ്കിൽ ചരിത്രത്തിലോട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുകയുണ്ടായി. ആ ഒരു ചാപ്റ്ററിൽ എന്താണ് ചരിത്രം, വാട്ട് ഈസ് ഹിസ്റ്ററി, അല്ലേ, അതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഹിസ്റ്ററി പീരീഡിനെ കുറിച്ചും, അതായത് കാലഘട്ടങ്ങളെക്കുറിച്ചുമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ചാപ്റ്ററിൽ. ഇവിടെ നമ്മൾ പഠിക്കുന്നത്, ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ, മനുഷ്യൻ്റെ ചരിത്രമാണ് പഠിക്കുന്നത്. ആരുടെ ചരിത്രമാണ്? മനുഷ്യൻ്റെ ചരിത്രമാണ്. നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡിൽ, അല്ലേ, തേർഡ് സ്റ്റാൻഡേർഡിൽ പണ്ട് സോഷ്യൽ സയൻസ് ആയിരുന്ന സമയത്ത്, നിങ്ങൾ സോഷ്യൽ സയൻസ് ആകുന്ന സമയത്ത് പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, ആ ചാപ്റ്ററിൽ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൻഷ്യൻ പീപ്പിൾ, അല്ലെ, പ്രാചീന മനുഷ്യരെ കുറിച്ച്, ഏർലി ഹ്യൂമൻസ്, ആദ്യകാല മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരെ കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതേ കാര്യം തന്നെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലും പഠിക്കാനുള്ളത്, ഫ്രം സ്റ്റോൺ ടു മെറ്റൽ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ആ ചാപ്റ്ററിലോട്ട് കടന്നാൽ ഒരു പിക്ചർ കാണാം, അല്ലേ, നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ. ആദ്യം തന്നെ ഒരു ചിത്രം നമുക്കതിൽ കാണാൻ സാധിക്കും. ആ ചിത്രം ഒന്ന് നോക്കൂ. ഓക്കെ, ഈ ഒരു ചിത്രം നിങ്ങളൊന്ന് പരിശോധിക്കുക. വാട്ട് ക്യാൻ യു ഐഡൻറ്റിഫൈ ഫ്രം ദിസ് പിക്ചർ? ഈ ഒരു ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? നിങ്ങൾ എന്തൊക്കെ അതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും? ഓക്കെ, നോക്കൂ, ചിത്രത്തിലോട്ട് നോക്കൂ എല്ലാവരും. എന്തൊക്കെ അതിൽ നിന്ന് കാണാൻ സാധിക്കും? ഓക്കെ, ആ ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്, എന്തൊക്കെയാണുള്ളത് നോക്കൂ. എവിടെയാണുള്ളത്? ആ ചിത്രം എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ ദി ഫോറസ്റ്റ്, ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ്, അല്ലേ. ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഒരു കാട്ടുപോത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്, എ ബൈസൺ, ഒരു കാട്ടുപോത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്.
ആ കാട്ടുപോത്തിനെ ആക്രമിക്കാനും വേണ്ടി ആ ചുറ്റും ആളുകളുണ്ട് അല്ലേ. 1 2 3 4 4 ആളുകൾ അല്ലേ. അവരെ കണ്ടാലേ അറിയാം അവർ ഈ ഒരു സമയത്ത് ജീവിക്കുന്ന ആളുകളാണോ? അല്ല അല്ലെ. അവർ പണ്ട് കാലത്ത് ജീവിക്കുന്ന ആളുകളെ പോലെയുള്ള ആളുകളാണ് അല്ലേ. അവരെ പോലെയുള്ളത് ആളുകൾ. അവരെന്താണ് ചെയ്യുന്നത്? ആ കാട്ടുപോത്തിനെ അവരെ ആക്രമിക്കുകയാണ് അല്ലേ. അവരാക്രമിക്കുന്നു. ഒരു ചിത്രമാണ് നൽകിയിട്ടുള്ളത്. എല്ലാവരുടെ കൈക്കലും അല്ലേ എന്നിട്ട് വലിയ കല്ലുകളുണ്ട്, ചെറിയ കല്ലുണ്ട്, വടിയുണ്ട്, ഇതൊക്കെയുണ്ട് അല്ലേ അവരുടെ കയ്യിൽ. ഇതാണ് ആ ചിത്രം. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടും? വാട്ട് ക്യാൻ ഐ ഐഡന്റിഫൈ? വാട്ട് ക്യാൻ യു ഐഡന്റിഫൈ ഫ്രം ദിസ് പിക്ചർ? നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഓക്കെ, നമ്മളെല്ലാവരും ഒരു ചിത്രം കണ്ടു അല്ലേ. ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഒരു ചിത്രം. ആ ചിത്രത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ബൈസൺ, ഒരു കാട്ടുപോത്തുണ്ട്. ആ കാട്ടുപോത്തിനെ ആക്രമിക്കുന്ന ആളുകളുണ്ട്. അവരുടെ കയ്യിൽ സ്റ്റോൺ ടൂളുകളൊക്കെ ഉണ്ട് അല്ലേ. ഈ ഒരു ചിത്രമാണ് കണ്ടത്. അത് എന്തിൻ്റെ ചിത്രമാണ്? ആർക്കെങ്കിലും അറിയോ എന്തിൻ്റെ ചിത്രമാണ്? ഓക്കെ, വെരി ഗുഡ്. എന്തിൻ്റെ ചിത്രമാണ്? അത് വേട്ടയാടുന്ന ചിത്രമാണ് അല്ലേ. ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? വേട്ടയാടുന്ന ചിത്രം. അപ്പം അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി അല്ലേ. ആ ആളുകളെ കണ്ടാൽ നമുക്കറിയാം അവർ പണ്ട് കാലങ്ങളിൽ ഏതോ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ത്? അതൊരു വേട്ടയാടുന്ന ചിത്രമാണ് അല്ലേ. ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ദിസ് പിക്ചർ ഈസ് ദ ഹണ്ടിങ് ഓഫ് അനിമൽ അല്ലേ. ഹണ്ടിങ് വേട്ടയാടുന്ന ചിത്രമാണെന്ന് മനസ്സിലായി. വി ക്യാൻ ഐഡൻറ്റിഫൈ, നമ്മളത് കണ്ടെത്തി. മറ്റൊരു ചിത്രം, അത് മറ്റൊരു പോയിന്റ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അല്ലേ. ആ ചിത്രത്തെ നോക്കിയാൽ അറിയാം എന്താണ്? ഒരു കാടാണ്. ഇറ്റ് വാസ് ഇൻ ഫോറസ്റ്റ് അല്ലേ, ഒരു കാട്ടിലാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താം? അടുത്ത പോയിന്റ്, ദ ഏർലി ഹ്യൂമൻസ് ദേ ലിവ്ഡ് ഇൻ ഫോറസ്റ്റ് അല്ലേ. ആളുകൾ ജീവിച്ചിരുന്നത് എവിടെയാണ്? നമ്മൾ ഇന്ന് കാണുന്ന മാതിരി വീട്ടിലാണോ? അല്ല. പണ്ട് കാലങ്ങളിൽ ആളുകൾ ജീവിച്ചിരുന്നത് ഫോറസ്റ്റിലാണ്, കാടിൻ്റെ ഉള്ളിലാണ്. ദ ഏർലി ഹ്യൂമൻസ് ദേ ലിവ്ഡ് ഇൻ ഫോറസ്റ്റ്. അടുത്ത പോയിന്റും കിട്ടി അല്ലെ. ഇനി അവരെന്താണ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് മൃഗത്തെ ആക്രമിക്കുന്നത്? എന്താണ് അവരുടെ ടൂള്? ഉപകരണം എന്താ അവർ ഉപയോഗിക്കുന്ന? അവരുടെ ആയുധം എന്താ? വെപ്പൺ ആയുധം എന്താ അവരുടെ? നോക്കൂ, ആ ചിത്രത്തിലോട്ട് നോക്കൂ. എന്താണ്? ദാറ്റ് വാസ് സ്റ്റോൺ അല്ലെ. സ്റ്റോൺ ആണ് അവരുടെ ആയുധം. ആൻഡ് വുഡൻ പീസസ് അല്ലെ, മരക്കഷ്ണങ്ങളുമുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായില്ലേ. ദ യൂസ്ഡ് സ്റ്റോൺ ടൂൾസ് ആൻഡ് വുഡൻ പീസസ് ഫോർ ഹണ്ടിങ്ങിന് അവർ ഉപയോഗിച്ചിരുന്നത് എന്താണ്? സ്റ്റോൺ ടൂളുകളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. നമ്മൾ 3 പോയിന്റ് പറഞ്ഞു. ഒന്ന് നമുക്ക് അപഗ്രഥിക്കാം അല്ലേ. ആദ്യകാല മനുഷ്യർ എവിടെയായിരുന്നു ജീവിച്ചിരുന്നത്? ഓക്കെ, എവിടെയായിരുന്നു? അവർ കാടുകളിലായിരുന്നു ജീവിച്ചിരുന്നത്. ദ ഏർലി ഹ്യൂമൻസ് ദേ ലിവ്ഡ് ഇൻ ഫോറസ്റ്റ്. അവരെവിടെയാണ്? കാടിനുള്ളിലാണ് താമസിച്ചിരുന്നത്. ദ ഏർലി ഹ്യൂമൻസ് ദേ ലിവ്ഡ് ഇൻ ഫോറസ്റ്റ്. അവർ കാട്ടിലായിരുന്നു ജീവിച്ചിരുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ദേ ഹണ്ടഡ് അനിമൽസ്. അവർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു അല്ലേ. അവര് മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. ദേ ഹണ്ടഡ് അനിമൽസ്. എന്തിനായിരിക്കും? വാട്ട് പർപ്പസ് ദേ ഹണ്ടഡ് ആനിമൽസ്? എന്ത് ഉദ്ദേശത്തിനായിരിക്കും അവർ ആനിമൽസിനെ ഹണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക, വേട്ടയാടിയിട്ടുണ്ടായിരിക്കുക? ഫോർ ഫുഡ് അല്ലേ, ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കും അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക? ആ മൃഗങ്ങളെ വേട്ടയാടിയിട്ടുണ്ടായിരിക്കുക, ഹണ്ടിങ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഫോർ ഫുഡാണ്. അപ്പം നമുക്ക്
2 പോയിന്റാണ് കിട്ടിയത്. ഒന്ന് ഏതാണ് പറയൂ, എൻ്റെ കൂടെ പറഞ്ഞോളൂ. ദ ഏർലി ഹ്യൂമൻസ് ലിവ്ഡ് ഇൻ എ ഫോറസ്റ്റ്. ഓക്കെ, ലിവ്ഡ് ഇൻ ഫോറസ്റ്റ്. രണ്ടാമത്തെ പോയിന്റ് ദേ ഹണ്ടഡ് ആനിമൽസ്. മൂന്നാമത്തെ പോയിന്റ് എന്താ? ദ യൂസ്ഡ് സ്റ്റോൺ ടൂൾസ് ആസ് വെപ്പൻ. അല്ലേ, അവർ ആയുധമായിട്ട് എന്താണ് ഉപയോഗിച്ചത്? സ്റ്റോൺ ടൂളുകളാണ്. സ്റ്റോൺ ടൂൾസ് ആൻഡ് വുഡൻ പീസസ് ആർ ദെയർ വെപ്പൻ. അല്ലെ, സ്റ്റോൺ ടൂളുകളും വുഡൻ പീസസും ഉണ്ട്. അല്ലെ, മരക്കഷ്ണങ്ങളും ഉണ്ട് ആയുധങ്ങളായിട്ട്. അല്ലെ, ആ ചിത്രത്തിൽ കാണാൻ ഒരു വടി പിടിച്ച് നിൽക്കുന്ന ഒരാൾ. അപ്പോൾ വുഡൻ പീസസും നമുക്ക് പറയാം. നമ്മളിപ്പോൾ സ്റ്റോൺ ടൂളുകളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് നൽകുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് 3 പോയിന്റ്. ദ പിക്ചർ ഇൻ അവർ ടെക്സ്റ്റ് ബുക്ക് ദാറ്റ് ഗിവൺ some of the important information about early human life. That picture that given to us the important information about the early human life. The first one, the early human beings lived in forest. They lived in forest. And the second point, they hunted animals. For what purpose they hunted animals? For food. For food. And the third point, they used stone and wooden tools. They used stone and wooden tools as their weapon. Okay, as their weapon. Their weapon. Okay, these are some of the information that we get from that picture. Okay, ഒന്നും കൂടി പറയാം. ആദ്യകാല മനുഷ്യര്, early human beings lived in forest. അവർ കാടുകളിലായിരുന്നു ജീവിച്ചിരുന്നത്. അല്ലേ, they hunted animals. എന്താ hunted എന്ന് പറഞ്ഞാൽ? വേട്ടയാടുക. hunted എന്ന് പറഞ്ഞാൽ വേട്ടയാടുക. എന്തിനെ വേട്ടയാടുന്നു? അനിമൽസ്, മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. അല്ലേ, അവര് മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. ആൻഡ് ദേ യൂസ്ഡ്, അവർ ഉപയോഗിച്ചിരുന്നു സ്റ്റോൺ ആൻഡ് വുഡൻ ടൂൾസ്. അല്ലേ, കല്ലും അതുപോലെ വുഡൻ, മരത്തിന്റെ ഉപകരണങ്ങളും അവർ ഉപയോഗിച്ചിരുന്നു ആസ് ദയർ വെപ്പൺ. വെപ്പൺ എന്ന് പറഞ്ഞാൽ എന്താ? ആയുധം. അപ്പൊ അവരുടെ ആയുധം എന്ന് പറയുന്നത് എന്താണ്? കല്ലുകൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ഉപകരണങ്ങളായിരുന്നു അവരുടെ ആയുധങ്ങൾ എന്നും നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ചിത്രം കണ്ടു. അല്ലേ, ആദ്യകാല മനുഷ്യർ, ആദിമ മനുഷ്യർ അവർ വേട്ടയാടുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ ഏത് മൃഗമാണ് അവർ വേട്ടയാടുന്നത്? ഇറ്റ് ഈസ് എ ബൈസൺ. അല്ലേ, എന്താ ബൈസൺ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ കാട്ടുപോത്ത്. ഒരു കാട്ടുപോത്തിനെയാണ് അവർ ആക്രമിക്കുന്നത്. അല്ലേ, അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ത്? ഈ ഇത്രയും വലിപ്പമുള്ള മനുഷ്യർ എന്ത് അത്രയും വലിയ കാട്ടുപോത്തിനെ എങ്ങനെ ആക്രമിക്കുന്നത്? അല്ലേ, അവർക്ക് എന്ത് കാട്ടുപോത്തിൻ്റെ അത്ര സ്ട്രെങ്ത് ഉണ്ടോ, ശക്തിയുണ്ടോ? ഇല്ല. ആനൻ്റെ അത്ര വലിപ്പമുണ്ടോ മനുഷ്യർ? ഇല്ല. അല്ലേ, പുലിൻ്റെ മാറ്റ നഖങ്ങളുണ്ടോ? അതും ഇല്ല. ആക്രമിക്കാനേ അതൊന്നുമില്ല. അല്ലേ, അവരെന്നാലും മറ്റു മൃഗങ്ങളെ, വലിയ വലിയ മൃഗങ്ങളെ അവർ ഹണ്ട് ചെയ്ത് കൊണ്ടേ നിന്നു, വേട്ടയാടിയിട്ട് കൊണ്ടേ നിന്നു. അങ്ങനെയാണ് അവർ ഭക്ഷിച്ചിരുന്നത്. ആ വേട്ടയാടിയ ആ മൃഗത്തിൻ്റെ ഭക്ഷ്യമാണ് അവർ കഴിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യർക്ക്, ആദ്യകാല മനുഷ്യർക്ക് ഇങ്ങനത്തെ വലിയ വലിയ മൃഗങ്ങളെ, കാട്ടുപോത്തിനെയും ആനയെയും അല്ലെ പുലിയെയും ഒക്കെ നേരിടാൻ അവർക്ക് എന്താവശ്യമായിട്ട് വന്നു? വലിയ ഒരു ടൂള്, നല്ലൊരു ടൂൾ ആവശ്യമായി, ഒരു ഉപകരണം അവർക്ക് ആവശ്യമായിട്ട് വന്നു. അങ്ങനെ അവർ എന്തുപയോഗിച്ചു? ദേ യൂസ്ഡ് സ്റ്റോൺ. അവർ കല്ലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അല്ലേ, വലിയ മൃഗങ്ങളെ ആക്രമിക്കുമ്പോൾ കല്ലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. കല്ലുകൾ ഉപയോഗിച്ച് വേട്ടയാടാൻ തുടങ്ങി. ദ യൂസ്ഡ് സ്റ്റോൺ. അല്ലേ, അവർ കല്ലുകൾ ഉപയോഗിച്ചിട്ട് വേട്ടയാടാൻ തുടങ്ങി.
കല്ലുകൾ ഉപയോഗിച്ച് അവർ എന്ത് ചെയ്യുന്നു? മറ്റു വലിയ മൃഗങ്ങളിൽ നിന്ന് അവരാക്രമിക്കുമ്പോൾ, വലിയ മൃഗങ്ങൾ വന്ന് മനുഷ്യരെ ആക്രമിക്കുമ്പോൾ അതിൽ നിന്ന് സ്വയം രക്ഷ നേടാൻ അവരെന്തുപയോഗിക്കാൻ തുടങ്ങി? കല്ലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ മറ്റു ഭക്ഷണ സാധനങ്ങൾ, അല്ലേ, പച്ചക്കറികളും അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ, വലിയ വലിയ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ എടുക്കാൻ അവരെന്തുപയോഗിക്കാൻ തുടങ്ങി? സ്റ്റോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ജീവിതത്തിൽ, ആദ്യകാല മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്, അവരുടെ ജീവിതത്തിൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ മെറ്റീരിയൽ ആയിട്ട് മാറി. ഒരു എസെൻഷ്യൽ വസ്തുവായിട്ട്, അല്ലെ, ഏറ്റവും ആവശ്യമുള്ള ഒരു വസ്തുവായിട്ട് എന്ത് മാറി? സ്റ്റോൺ മാറുകയാണ്, കല്ല് മാറുകയാണ്. They used stone as their weapon. അവർ സ്റ്റോൺ എന്തായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി? വെപ്പൺ, ആയുധമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് കടന്നു വരാം. The tools and weapons were essential for early men. അല്ലേ, ആദ്യകാല മനുഷ്യർക്ക് ഇതുപോലെ വലിയ മൃഗങ്ങളൊക്കെ ആക്രമിക്കാൻ, വലിയ മൃഗങ്ങളെ അവർക്ക് വേട്ടയാടാൻ, ഹണ്ടിങ് നടത്താനൊക്കെ അവർക്കൊരു ടൂള്, ഒരു എസെൻഷ്യൽ ടൂളും അല്ലെങ്കിൽ വെപ്പൺ, അല്ലേ, ടൂൾസ് ആൻഡ് വെപ്പൺസ്, അത് ആവശ്യമായിട്ട് വന്നു ഏർലി മാൻസിന്. ആദ്യകാല മനുഷ്യർക്ക് ഒരു ടൂള്, ഒരു ഉപകരണം ഒരു ആവശ്യമായിട്ട് വന്നു. They used stone as the tool or stone as the weapon. അതിനെ അവർ ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റോൺ ആണ്, ആയുധമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ്? സ്റ്റോൺ ആണ്. ഓക്കെ, സ്റ്റോൺ എന്തൊക്കെ കാര്യത്തിനാണ് അവർ ഉപയോഗിച്ചിരുന്നത്? ഫോർ വാട്ട് പർപ്പസ് ദേ യൂസ്ഡ് സ്റ്റോൺ ആസ് ദെയർ വെപ്പൺ. അവർ സ്റ്റോൺ എന്തിനൊക്കെ ഉപയോഗിച്ചിരുന്നു അത് നമ്മൾ നോക്കിയാലോ? ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ ഒന്നാമത്തെ പോയിന്റ്, ടു ഡിഫെൻഡ് ദംസെൽവ്സ് ഫ്രം വൈൽഡ് അനിമൽസ്. ടു ഡിഫെൻഡ്, എതിർക്കാൻ. ടു ഡിഫെൻഡ് എന്ന് പറഞ്ഞാൽ എതിർക്കുക. എന്തിന്? ദംസെൽവ് ഫ്രം വൈൽഡ് അനിമൽസ്, വന്യമൃഗങ്ങളിൽ നിന്ന് സ്വയം രക്ഷയ്ക്ക് വേണ്ടി അതിനെ എതിർക്കാൻ എന്തുപയോഗിച്ചു? സ്റ്റോൺ ടൂളുകൾ ഉപയോഗിച്ചു. എന്താ പറയുന്നത്? ടു ഡിഫെൻഡ് ദംസെൽവ്സ് ഫ്രം വൈൽഡ് അനിമൽസ്, വന്യമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണത്തിൽ നിന്ന് അവരെ സ്വയം രക്ഷിക്കാനും വേണ്ടി ദേ യൂസ്ഡ് സ്റ്റോൺ ടൂൾസ്. പിന്നെ അടുത്ത പോയിന്റ് നോക്കൂ, ടു ഹണ്ട് അനിമൽസ്. മൃഗങ്ങളെ വേട്ടയാടാൻ അവരെന്തുപയോഗിച്ചു? സ്റ്റോൺ ടൂളുകൾ ഉപയോഗിച്ചു. ടു ഹണ്ട് അനിമൽസ്, മൃഗങ്ങളെ വേട്ടയാടാനും സ്റ്റോൺ ടൂളുകൾ ഉപയോഗിച്ചു. പിന്നെ മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, ടു കളക്ട് ഫുഡ്. ഭക്ഷണം ശേഖരിക്കാനും എന്തുപയോഗിച്ചു? കല്ലുകൾ ഉപയോഗിച്ചു. ദേ യൂസ്ഡ് സ്റ്റോൺ ടൂൾസ്. അപ്പൊ കല്ലുകളുടെ ഉപയോഗമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദ പർപ്പസ് ദേ യൂസ്ഡ് സ്റ്റോൺ ടൂൾസ്, അല്ലേ, അവർ ഉപയോഗിച്ചിട്ടുള്ള കല്ലുകൾ കൊണ്ട് എന്തെല്ലാം പർപ്പസ് ഉണ്ട്, എന്തെല്ലാം ഉപയോഗങ്ങളുണ്ട്, ആ ഉപയോഗങ്ങളാണ് ഇതെല്ലാം. ടു ഡിഫെൻഡ് ദംസെൽവ്സ് ഫ്രം വൈൽഡ് ആനിമൽസ്, ടു ഹണ്ട് ആനിമൽസ്, ടു കളക്ട് ഫുഡ്. ദീസ് ആർ ദ പർപ്പസസ് ഓഫ് സ്റ്റോൺ ടൂൾസ് ഇൻ ഇയർലി ഹ്യൂമൻ ലൈഫ്. അല്ലേ, ആദ്യകാല മനുഷ്യർക്ക് കല്ലുകൾ ഉപകരണങ്ങളായിട്ട് ആവശ്യമായിട്ട് വന്നു. ആ ഉപയോഗങ്ങളാണ്, കല്ലുകൾ കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് ഈ മൂന്നെണ്ണം. ഓക്കെ,